നമ്മുടെ കൂടെ അപർണ വിശ്വനാഥ് ഉണ്ട്. സോഷ്യൽ ഇമോഷണൽ ലേണിംഗ് എന്നുള്ള വിഷയത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതിന്റെ ഒരു നീഡ് എന്താണ്? ഈ സോഷ്യോ എന്നുള്ള ഒരു ഓർഗനൈസേഷന്റെ ഫൗണ്ടർ ആണ് അപർണ. ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു ലേണിംഗിന്റെ ആവശ്യകത എന്താണെന്നുള്ളത്, എസ്പെഷ്യലി പോസ്റ്റ് പാൻഡമിക് ഇതിന്റെ ഒരു ആവശ്യം കൂടുതലുണ്ടെന്നാണ് അപർണയുടെ കണ്ടെത്തൽ. അതെന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വെൽക്കം അപർണ. Thank you so much, Ashish. Thank you. എനിക്ക് ഈ ഒരു ഓർഗനൈസേഷൻ, ഐ നോ ദർ വാസ് എ ഓർഗനൈസേഷൻ ബിഫോർ വിച്ച് ഈസ് ഇവോൾവ്ഡ് ഇൻ ടു സോഷ്യോ. അപ്പോ ബേസിക്കലി സോഷ്യോന്റെ ഒരു കോൺസെപ്റ്റ് എന്താണ്? അത് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ, നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ, അത് ഏത് തരം ആളുകൾക്കാണ് അതിന്റെ ബെനിഫിറ്റ്സ് വരുന്നത്, എന്തുകൊണ്ടാണ് ഇതിന്റെ ഒരു നീഡ് വരുന്നത്? സോഷ്യോ ഈസ് ബീങ് എക്സ്പാൻഡഡ് അക്രോസ് ദ ഗ്ലോബ് ഈസ് വാട്ട് വി ഡിസ്കസ് ലാസ്റ്റ് ടൈം. സോ അത് അതിന്റെ ഒരു ആവശ്യം ഉള്ളത് കൊണ്ടാണല്ലോ അത് എക്സ്പാൻഡ് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ കറന്റ്ലി ഉള്ള പ്രോബ്ലം എന്താണ്? ബിക്കോസ് യു ആർ പ്രൊവൈഡിങ് എ സൊല്യൂഷൻ ഫോർ ദോസ് പ്രോബ്ലംസ്. Problematical, I think there is a gap that needs to be filled. See, in 2004, I started off as a journalist, as a prime news anchor and journalist way back in 99. For 5 years, I was in mainstream journalism, after which I realized this is not my cup of tea. I really enjoyed it, but then I thought there is much more that I could do with what I saw on the ground and with what I felt as huge gaps that needs addressing. അപ്പൊ ഞാന് പാലക്കാട് ഒരു ഗ്രാമത്തിൽ വളർന്ന ഒരാളാണ്. അപ്പം നമുക്ക് നമ്മുടേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് during our growing up years in understanding what the external world was. പറഞ്ഞ നമ്മുടെ എക്സ്പോഷർ ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു. Fortunately, I've had a very good set of teachers and a very supportive parents who used to travel, so used to bring a lot of books to me. അത് കാരണം നമുക്ക് ആ ഒരു ഗ്യാപ്പ് അത്ര ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ജേർണലിസ്റ്റ് ആയിട്ട് നാഷണൽ ടെലിവിഷന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മളിന്ന് ഒത്തിരി ട്രാവൽ ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഐ റിയലൈസ് ദാറ്റ് a lot of children like me coming from, let's say, tier 2, tier 3, tier 4 cities actually find it very difficult when they have to compete shoulder to shoulder with peers coming from, let's say, cosmopolitan cities or metros. എല്ലാവർക്കും അവരുടേതായ എക്സ്പെർട്ടീസ്, നോളജ് ബേസ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ദെൻ സംവേർ ദേ വർ ലാക്കിംഗ് ഇൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, in expressing the right way, in connecting with an audience. അങ്ങനെയാണ് ഞാൻ ഒരു ദിവസം I decided, let me take a break and put together a module that will help children coming from such cities or villages. In 2004, RAISE was born as primarily a skilling and upskilling company. അന്ന് അത്ര അധികം കമ്പനീസ് ബാംഗ്ലൂർ ഉണ്ടായിരുന്നില്ല ഈ ഒരു സ്പേസിൽ. And we took off really well, in the sense we had offices across India. ഒരു കോർപ്പറേറ്റ് ലേണിംഗ് സ്പേസിലേക്കും ഇൻസ്റ്റിറ്റ്യൂഷണൽ ലേണിംഗ് സ്പേസിന്റെ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ അറിയപ്പെട്ടിരുന്നത്. What happened was, after that, see, as we move from one age to another, ആ കാലത്ത് ഇപ്പം 2004 എന്ന് പറയുമ്പം TV ആയിരുന്നു മെയിൻ ആയിട്ടുള്ള ഒരു വിഷ്വൽ മീഡിയം അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആയിട്ടുള്ള ഒരു റിസോഴ്സ്. പിന്നെ ഇങ്ങനെ മൂവ് ചെയ്ത് വരുമ്പോഴത്തേക്കും മൊബൈൽ ഫോൺസ് വന്നു, പലതരത്തിലുള്ള പുതിയ ടെക്നോളജി ഇന്റർവെൻഷൻസ് വന്നു. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മുടെ ഇമോഷണൽ ആൻഡ് സോഷ്യൽ കേപ്പബിലിറ്റീസ് കുറയുന്നതാണ് കണ്ടത്, കൂടുന്നതല്ല. അപ്പൊ അങ്ങനെയാണ് 2010 റേസ് എന്നുള്ളത് ഒരു കംപ്ലീറ്റ് മേക്ക് ഓവറിലൂടെ പോയിട്ട് സോഷ്യോ ആയിട്ട് മാറിയത്. അപ്പൊ അതിനൊരു ചെറിയ ഐ തിങ്ക് ഒരു ഫീഡർ അല്ലെങ്കിൽ ഒരു കാറ്റലിസ്റ്റ് ആയതിന്റെ മോനാണ് ഞാൻ. 2010 I was doing an entrepreneurship management program in a management institute. അപ്പം മോൻ അമ്മയുടെ കൂടെ നാട്ടിലായിരുന്നു. അപ്പൊ അവൻ ഇങ്ങനെ ട്രിപ്പ് ചെയ്തിട്ട് വീണപ്പോ somebody sitting there, നമ്മളിപ്പം അവിടെയൊക്കെ ആവുമ്പോ എല്ലാവരും കൂടെ വൈകുന്നേരങ്ങളിൽ ഇരിക്കും. It's a very nice feeling of togetherness. But then it also at times speaks largely and hugely about the untouched social conditioning and stereotypes that are very, very deep. അപ്പൊ ഇവൻ വീണപ്പോ ആരോ ചോദിച്ചു, ഇങ്ങനെ എന്താണ് നീ ഇങ്ങനെ പെൺകുട്ടീനെ പോലെ കരയുന്നത്, ആൺകുട്ടിയോട് കരയോ എന്നൊക്കെ. He was just about 5 years old. So he kept asking me why a boy is not allowed to cry. And him coming from a cosmopolitan upbringing in Bangalore, where നമ്മളുടെ ഇടയിലുള്ള ആൾക്കാർ എല്ലാവരും ഒരു ജെൻഡർ ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വാലിറ്റിക്ക് ഒക്കെ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഒരിക്കൽ പോലും അങ്ങനത്തെ ഒരു വാചകം നമ്മുടെ ഇടയിൽ വരാനുള്ള സാധ്യത വളരെ
വീക്കറാണ്. അത് കാരണം തന്നെ ഇവനത് ചോദിച്ചപ്പോ, even though I could answer him, I knew that my answer was not convincing enough for him. Because he sought answers when he kept asking me, നാളെ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ കരയാൻ പാടില്ലേ. So I went back to college and I discussed this with a couple of my professors and teachers, and they said, look at academics in India, Indian academia. We don't have anything that speaks about our emotions. We don't have anything that speaks about our social connections. How are they built? What are the social conditioning that we're part of? Do we actually question them? ഈ വാല്യൂ സിസ്റ്റംസ് എന്നൊക്കെ പറഞ്ഞത് വീടുകളിൽ നമ്മുടെ മേലില് അടിച്ചേൽക്കപ്പെടുന്ന പല കാര്യങ്ങളും അനാരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാണ്. വെരി വെരി അൺഹെൽത്തി പ്രാക്ടീസസ് ആണ് പലപ്പോഴും വാല്യൂ സിസ്റ്റംസ് ആയിട്ട് വരുന്നത്. അതൊന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. നമുക്ക് ജനറേഷൻസ് ആയി കൈമാറി വന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കണ്ണടച്ചിട്ട് വിശ്വസിച്ചിട്ടാണ് പോരുന്നുണ്ടായിരുന്നത്. അപ്പൊ I felt that moving forward, children will keep asking these questions because they're seeing a completely different world through social media, through the intervention of internet, in the OTT platforms. So, if we do not balance it somewhere in making them aware and understand what is healthy and what is unhealthy, then we are in for a larger damage and danger. അങ്ങനെയാണ് സോഷ്യോ തുടങ്ങിയത്. അപ്പം primarily to address ഇത്തരം social emotional gaps that are largely part of our life, I would say. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ, ഇപ്പൊ ഞാൻ ജെൻഡർ ക്ലാസ്സിന് പോകുമ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ആ കുട്ടിക്ക് പലതരത്തിലുള്ള അറ്റാച്ച്മെന്റ്സ് ഓൾറെഡി പറഞ്ഞു വെക്കുന്നുണ്ട്. ബിക്കോസ് അനൗൺസ്മെന്റ് ഇറ്റ്സെൽഫ്, ഇഫ് ഇറ്റ് ഇസ് എ ബോയ് ഇറ്റ് കംസ് ഇൻ ബ്ലൂ, ഇഫ് ഇറ്റ് ഇസ് എ ഗേൾ ഇറ്റ് കംസ് ഇൻ പിങ്ക്, അല്ലേ? അപ്പൊ ആ ഒരു കുഞ്ഞ് ജനിച്ച് അറിഞ്ഞോ അറിയാതെ തന്നെയോ ചില കാര്യങ്ങൾ ഡീപ്പായിട്ട് കണ്ടീഷൻഡ് ആവുകയാണ് ഐഡന്റിറ്റിയിൽ. അപ്പൊ നാളെ ഇപ്പം ആ കുട്ടി വളർന്ന് അഡോളസെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് she realizes that this is not the gender identity that I want to belong to or I want to express എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പല തരത്തിലുള്ള അറ്റാച്ച്മെന്റ്സ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ആ ഐഡന്റിറ്റിയിൽ. അപ്പൊ ഇത് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സ്പേസിൽ നിന്നും പലപ്പോഴും കാര്യങ്ങൾ കാണാൻ കഴിയണം. അതാണ് നമ്മളിപ്പം ഈ സോഷ്യൽ ഇമോഷണൽ ലേണിംഗ് എന്നുള്ളതിൽ കൊണ്ട് ഉദ്ദേശിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. കുറെ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട് ആശിഷ്, ബിക്കോസ് ഇറ്റ്സ് ഓൾസോ എ സബ്ജക്ട് വേർ വി ക്വസ്റ്റ്യൻ എ ലോട്ട് ഓഫ് അണ്ടർലൈങ് ബിലീഫ് സിസ്റ്റംസ്. അപ്പൊ ഇറ്റ്സ് നോട്ട് ഈസി, സ്പെഷ്യലി ഫോർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു കൈൻഡ് ഓഫ് കണക്ട് ടു us and to accept us for what we are saying. It's very difficult because they know that there is a problem there. And if I need to address it, there are many more things from the foundation that I need to change. And it's a huge process. അപ്പൊ ആ സമയത്ത് എന്താ ചെയ്യാൻ പറ്റുക? കണ്ണടക്കുക. എഫേർട്ട് എടുക്കണം എന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ ഒരു ചേഞ്ച് വേണമെന്ന് തോന്നുമ്പോൾ ഇരിക്കണത് അങ്ങനെ പോകട്ടെ എന്നുള്ള അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലേക്കാണ് എല്ലാവരും പോകുന്നത്. ബട്ട് ഇറ്റ് ഇസ് കോസിംഗ് ലോട്ട് ഓഫ് ഡിസ്കണക്ട് ബിറ്റ്വീൻ പേരൻസ് ആൻഡ് ചിൽഡ്രൻ, ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. അപ്പൊ അതൊക്കെ ഒന്ന് നികത്താനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന 2-3 കാര്യങ്ങൾ ജെൻഡർ സ്പെക്ട്രം സംസാരിക്കും, റിലേഷൻഷിപ്പ് എൻഹാൻസ്മെന്റ് ആൻഡ് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. കാരണം ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇമോഷൻസ് കറക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനോ കഴിയാതെ വരുമ്പോഴാണ് മക്കൾക്ക് പലപ്പോഴും എല്ലാം ഒരു ദേഷ്യമോ അല്ലെങ്കിൽ വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഇമോഷണൽ പാറ്റേൺസിലൂടെയാണ് കുട്ടികൾ കടന്നു പോകുന്നത്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ 2 ദിവസം മുന്നേ I was at MG University and I was thoroughly impressed by this program. They have a finishing school concept for the passing out students, MBA graduates. It's a 5 to 6 day long program. This was the first time, but I'm so happy that universities are forthcoming that way. NAC A++ കിട്ടിയ യൂണിവേഴ്സിറ്റിയാണ്. So maybe it's because they have a lot of people who are spearheading a change. But they had a module or they had a session where they invited me to handle this thing called relationship enhancement, gender and sexuality. About kuttiyalku completely different because they've only listened to management classes until now, and this was talking about many things that they could connect. And our reality il ninnitte oralu subject idumbo avarku ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. So even after the program I had to stay back, talk to students because they knew that there is a space here that's been created where you're not being judged, and that is most important. അങ്ങനത്തെ ഒരു സ്പേസിലാണ് നമ്മളിപ്പോ, and it's a long journey. I mean 14 years now. 2010 സോഷ്യോ തുടങ്ങിയത്, 14 years now.
ഇപ്പോഴും നമ്മൾ ചെറിയ ചെറിയ ശബ്ദങ്ങളെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ എന്താ അറിയാം, എല്ലാവരും ചോദിക്കും ഈ കമ്പനി വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോയിക്കൂടെ എന്നൊക്കെ. ബട്ട് ഇറ്റ്സ് എ വെരി സെൻസിറ്റീവ് സബ്ജക്ട്. അപ്പം ഇറ്റ് നീഡ്സ് ദാറ്റ് മച്ച് മോർ സെൻസിബിലിറ്റി ആൻഡ് സെൻസിറ്റിവിറ്റി ടു ഹാൻഡിൽ ദ ടോപ്പിക്സ്. നമുക്ക് എല്ലാവരെയും കാണുന്ന എല്ലാവരെയും കമ്പനിയിൽ കൊണ്ടുവന്ന് പ്രോഗ്രാംസ് റൺ ചെയ്യാൻ പറ്റില്ല. വി നീഡ് പീപ്പിൾ who are walking change makers, അല്ലെങ്കിൽ who talk the subject and live the same subject the way they are talking. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ കിട്ടാനും അങ്ങനെ ആൾക്കാരെ മോൾഡ് ചെയ്തെടുക്കാനും ഒക്കെയുള്ള ബുദ്ധിമുട്ട് കാരണം ഇതൊരു ഫ്രാഞ്ചൈസി മോഡലിൽ വലുതാക്കാനൊന്നും പറ്റാത്തൊരു ഏരിയയാണ്. അതുകൊണ്ട് ഐ ആം കണ്ടെന്റ് വിത്ത് വാട്ട് ഐ ആം ഡൂയിങ്. ബട്ട് ഫ്രം an organizational perspective, I feel that we can still grow if we have the right people coming together. Great. ഇപ്പോൾ ഇതിന്റെ ഒരു മോഡൽ ഇപ്പൊ MG യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറഞ്ഞു. So it's like an event where you are participating and you are supporting them. So two questions are there. One is ഇതൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ അതിൽ നിന്ന് എങ്ങനെയാണ് ഇത് വ്യത്യസ്തമായിട്ടുള്ളത്? അതൊന്ന്. സെക്കൻഡ്ലി, how will anyone approach you? Is it like a one-on-one, or are you conducting workshops, or you have a platform where you provide this learning? ഓക്കെ, സോ MG യൂണിവേഴ്സിറ്റി നടത്തിയത് ഒരു ഇവന്റ് അല്ല. അവര് കുട്ടികളുടെ ഫൈനൽ സെമിസ്റ്ററിൽ ആസ് പാർട്ട് ഓഫ് നമ്മള് പണ്ട് റേസ് ആയിരുന്നു, അപ്പൊ ക്യാമ്പസ് ടു കോർപ്പറേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മോഡ്യൂള് ചെയ്യുന്നുണ്ടായിരുന്നു, വേർ യു ആർ പ്രിപ്പയറിംഗ് ദ ചിൽഡ്രൻ ടു ഫേസ് ദ കോർപ്പറേറ്റ് വേൾഡ് ഓർ ദ മാർക്കറ്റ് ഔട്ട് സൈഡ്. സോ അങ്ങനത്തെ ഒരു പ്രോഗ്രാമിന് ഫിനിഷിംഗ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടാണ് അവർ നടത്തുന്നുണ്ടായിരുന്നത്. അതില് വൺ ഓഫ് ദ ഏരിയാസ് വാസ് റിലേഷൻഷിപ്പ് എൻഹാൻസ്മെന്റ് ആൻഡ് മാനേജ്മെന്റ്, ബിക്കോസ് that is also the need of the hour. Or I would say that is of, utmost importance and significance now. So namukku how am I different from a clinical psychologist? ഞാൻ ഒരു സൈക്കോളജിയിൽ നിന്നും അല്ല പലപ്പോഴും കാര്യങ്ങളെ നോക്കുകയും കാണുകയും ചെയ്യുന്നത്. It is more to do with the social structures that we are part of and the emotional bearing that we have when we fall into a certain social structure. അപ്പൊ അതില് മെന്റൽ ഹെൽത്തിനേക്കാൾ കൂടുതൽ ഇമോഷണൽ സോഷ്യൽ കേപ്പബിലിറ്റീസിനെയാണ് നമ്മൾ വളർത്താനും കുറേയും കൂടെ ഫൈൻ ട്യൂൺ ചെയ്യാനും നോക്കുന്നത്. വൺ ആയിട്ട് ഞാനൊരു സൈക്കോ തെറപ്പിസ്റ്റും കൂടിയാണ്. അപ്പം കുട്ടികൾക്ക് മെന്റൽ ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വരാം. കാരണം ഐ തിങ്ക് പോസ്റ്റ് പാൻഡമിക് WHO പറഞ്ഞ ഒരു കാര്യം, വളരെ എടുത്തു പറയേണ്ട ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞത്, ഇന്ന് മരുന്നില് ഇരിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട് സൈക്കോളജി മെഡിസിൻസിലുള്ള. അത് ഒരു പരിധി വരെ നമുക്ക് ടോക്ക് തെറപ്പിയിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ക്യൂർ ചെയ്യാന്ന് പറയുന്നില്ല, പക്ഷെ മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റുന്നതാണെന്നുള്ള. അപ്പം സൈക്കോ തെറപ്പിസ്റ്റ് ആർ ടോക്ക് തെറപ്പിസ്റ്റ്. അപ്പം when a person comes to me, if the person feels safe with me, and when I mean safe, safety for a person is that I am not being judged. ഒരു മോറൽ കോമ്പസിലൂടെ എന്നെ കാണുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതിനെ ജഡ്ജ് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരാൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ then they will start opening up. അപ്പം ഈവൺ അതർവൈസ് when somebody comes to me, തെറപ്പിയിൽ അല്ലെങ്കിൽ പോലും ഒരാൾ സംസാരിക്കുമ്പോൾ, who am I to judge that person? I mean, your moral values and moral compass might be different from mine, but yet who am I to question that? ഇപ്പം എന്റെ മോറൽ കോമ്പസും മോറൽ സ്റ്റോറീസും ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടാവും. ഐ മൈ നോട്ട് ലൈക്ക് ഇറ്റ്. സോ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഒരാളുടെ ഇമോഷണൽ സോഷ്യൽ മെന്റൽ ഹെൽത്തിനെ അഡ്രസ് ചെയ്യാൻ നമുക്ക് കഴിയുന്നു. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്പേസ്. ആൻഡ് മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ് ചിൽഡ്രൻ കണക്ട് ടു മീ ബെറ്റർ. Also because I am a mother to a 19-year-old boy, so I have learned a lot of things on the job. And I would say that whatever it is, I have the space and the opportunity to be the best person with my son. എനിക്ക് ഒരു ബാരിയേഴ്സും ഇല്ലാണ്ട് എൻ്റെ എല്ലാ ഇമോഷണൽ വൾനറബിലിറ്റിയും സംസാരിക്കാനും കാണിക്കാനും പറ്റുന്ന ഒരു സ്പേസ് ആണ് എൻ്റെ മകൻ്റെ ഉള്ളത്. തിരിച്ചും അങ്ങനെയാണ്. അപ്പം അതിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ആസ് എ പേരന്റ്, ഹൗ ഷുഡ് യു ബി? മേ ബി നമ്മളുടെ ഒരു ഏർലിയർ ജനറേഷനിൽ നിന്ന് നമ്മൾ പഠിച്ചൊരു കാര്യം, പഠിച്ചൊരു കാര്യം, ഞാൻ കുറെ പേരൻസിനെ കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത്, ഹൗ എ പേരന്റ് ഷുഡ് നോട്ട് ബി എന്നുള്ളത്. അപ്പം അതായിരുന്നു എൻ്റെ മെയിൻ ലെസൺ, ടു ആക്ച്വലി get into a space where we are being the best emotional
partners to our children. അത് ഇപ്പോ വളരെ ചുരുങ്ങി വരുന്ന ഒരു സാഹചര്യമാണ് ഞാൻ കാണുന്നത്. ഒന്ന്, കുട്ടികള് പലപ്പോഴും അവരുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയും ഗ്യാപ്സ് ഫില്ല് ചെയ്യാൻ അവർക്കൊരു മൊബൈൽ ഉണ്ട്. അപ്പം ഇമോഷൻസ് എന്താണെന്ന് തിരിച്ചറിയാനോ ആ ഇമോഷണൽ വൾണറബിലിറ്റി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സമയം പോലും കുട്ടികൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പം അവിടെയാണ് ഒരു പേരന്റ് അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആരോ ആകട്ടെ, ഫാമിലിയിലോ ഫ്രണ്ട്സിലോ നിൽക്കുന്ന ആരോ ആകട്ടെ, അവരുടെ ഒരു എക്സ്ട്രാ എഫേർട്ട് ആവശ്യം വരും ടു ഗെറ്റ് ടു ദാറ്റ് ചൈൽഡ് ആൻഡ് ഗിവ് ദം ദാറ്റ് സേഫ് സ്പേസ് ടു ഓപ്പൺ അപ്പ്. അത് ഷ്രിങ്ക് ആയിക്കൊണ്ടിരിക്കുന്നതാ ഞാൻ കാണുന്നത്. ആൻഡ് ഐ ഫീൽ വെരി ബാഡ് of children who've come to me and the kind of toxicity that they are growing up in. And when I see the toxicity, നമുക്ക് വീട് എന്ന് പറയുമ്പോൾ അതായിരിക്കണം ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം. പേടിക്കുന്ന ഒരു ഇടമായി മാറുമ്പോൾ ആ കുട്ടിയുടെ എല്ലാ തരത്തിലുള്ള ഗ്രോത്തിനെയും അത് ഷണ്ടിയാണ് ചെയ്യുന്നത്. പിന്നെ ആ കുട്ടിക്കൊരു ആരെയാണ് പിന്നെ ട്രസ്റ്റ് ചെയ്യുക, ആരെയാണ് സേഫ് ആയിട്ട് കാണാൻ കഴിയുക? അപ്പൊ നമുക്ക് ആ ഒരു പ്രൈമറി ഇടം എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ട്, when I say safe, people think about it from a physical sense. No, from an emotional perspective is what I'm talking about. അത് ഏറ്റവും സേഫ് ആക്കി കൊടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ പ്രോഗ്രാംസിൽ കുട്ടികളെക്കാൾ കൂടുതൽ ആക്ച്വലി അറ്റൻഡ് ചെയ്യുന്ന ടീച്ചേഴ്സും പേരൻസും. അപ്പൊ അതും വലിയൊരു ഇതായിട്ട് റോഡ് ബ്ലോക്ക് ആയിട്ട് വരുന്നുണ്ട്. കാരണം പലർക്കും നമ്മൾ പറയുന്നതിനോട് യോജിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇതൊക്കെ ഇത്രയും കാലം ചെയ്തിരുന്നതാണ്, ആരും ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല, അപ്പൊ നിങ്ങൾ പുതിയ ആൾക്കാർ വന്നിട്ട് എന്തിനു ഇതൊക്കെ ചെയ്യുന്നു എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ടീച്ചേഴ്സും പല രീതിയിൽ കുട്ടികൾക്ക് ഡാമേജിങ് ആയി പോകുന്നുണ്ട് ഫ്രം ദെയർ വേ ദേ എക്സ്പ്രസ്, ഫ്രം ദെയർ സ്റ്റീരിയോടൈപ്പ് റിമാർക്സ്. ഇപ്പം ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഞാൻ ടീച്ചേഴ്സ് തന്നെ പറയും ആ കുട്ടി ശരിയല്ല കേട്ടോ. അപ്പൊ ഞാൻ ഐ വിൽ ബി ലൈക്ക് ഷോർ, I mean, you're passing judgment on your own child. അപ്പൊ ഇതൊക്കെ ഒരു ടീച്ചർക്ക് ഉള്ളിലോട്ട് നോക്കാൻ കഴിയുമ്പോഴാണ് ഇത്തരം സ്റ്റേറ്റ്മെന്റ്സും റിമാർക്സും ഒക്കെ നിന്നു പോകും. അതൊക്കെ these are like huge exercises. So I would be happy if there are more and more people coming into the space of social emotional learning where they extend programs like us in schools and colleges. കാരണം ഇന്ന് ഒരു കുട്ടി വീടിനേക്കാൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് നോക്കിക്കഴിഞ്ഞാൽ. അപ്പം അവിടെയാണ് ഒരു കാതലായിട്ടുള്ള ഒരു മാറ്റം വരേണ്ടത്. ഇതിന്റെ ഒരു സയന്റിഫിക് അപ്രോച്ച്, ലൈക്ക് ഇപ്പൊ പാൻഡമിക് സമയത്ത് എല്ലാ ടീച്ചേഴ്സും ഫോഴ്സ് ടു ബിക്കം ഇൻസ്ട്രക്ഷണൽ ഡിസൈനേഴ്സ് ഇൻ എ വേ, ലൈക്ക് ഈവൻ ദോ ദേ ഡിഡ് നോട്ട് നോ ദ കോൺസെപ്റ്റ്സ്, അതൊന്നും അറിയില്ലെങ്കിലും അവര് ടെക്സ്റ്റ് ബുക്കിനെ സംഹൗ ദേ മാനേജ് ടു മേക്ക് എ PDF ഓർ പ്രസന്റേഷൻ PPT ഒക്കെ ആക്കി സംഹൗ ദേ മാനേജ് ടു ഡു ദാറ്റ്. അതിൽ കുറച്ചുപേര് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലെങ്കിലും എക്സലൻസ് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിക്കോസ് ഓഫ് somehow they managed to do that. കുറച്ചു പേര് they were tired of doing so, അങ്ങനെയും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചോദിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ it's very easy to get a in the sense relatively easy to get a consultant or a psychologist who might give some provide. It could be a one time thing or it could be എനിക്ക് അപ്പറിന്റെ ഒരു പ്രോസസ് എങ്ങനെയാണെന്ന് അറിയില്ല. ലൈക്ക് മെന്റർഷിപ്പ്, ഇറ്റ് ക്യാൻ ബി ലൈക്ക് a series of interactions, അങ്ങനെ ആണോന്ന് അറിയില്ല. ഇതിന്റെ ഒരു സയന്റിഫിക് അപ്രോച്ച് എങ്ങനെയാണ് അപ്പറിന അതിനെ യൂസ് ചെയ്യണമെന്നുള്ളത്? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അതിനു വേണ്ടിയാണ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത്. So നമ്മുടെ ടീം, we have a research team so who works on different topics and age appropriate ആയിട്ടുള്ള കോണ്ടന്റ് ഡെവലപ്പ് ചെയ്യുന്നു. പറഞ്ഞ ഇപ്പം ഇന്റർനാഷണൽ ഫോറത്തിൽ പോയി കഴിഞ്ഞാൽ there is enough and more content available. നമ്മൾ അത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ട കാര്യമുണ്ട്. പിന്നെ ഒരു 10 വയസ്സിൽ നമുക്ക് സംസാരിച്ചു തുടങ്ങാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഒരു കുട്ടിക്ക് ഇത് ശരിയോ തെറ്റോ എന്നുള്ള അവരോട് തന്നെ ചോദിക്കാനുള്ള ഒരു പ്രായം ഒരു ഫോർമേറ്റീവ് ഇയേഴ്സിൽ തുടങ്ങാവുന്നതാണ്. അപ്പോൾ വർക്ക്ഷോപ്പ് മോഡിൽ ഇപ്പൊ ഞാൻ സ്കൂൾസിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ പറയുന്നത് എല്ലാ ക്വാർട്ടറിലും ഇത്ര ഹാഫ് ഡേ പ്രോഗ്രാംസ് ആയിട്ട് ചെയ്യും. എക്സ്പീരിയൻഷ്യൽ ഫോർമാറ്റിലാണ്, നമുക്ക് പവർ പോയിന്റ് പ്രസന്റേഷൻസോ ടെക്സ്റ്റ് ബുക്സോ ഒന്നുമില്ല. സോ വി ലെറ്റ് ദ ചൈൽഡ് ബി പുട്ട് ഇൻ, അല്ലെങ്കിൽ വി ക്രിയേറ്റ് സ്പേസസ് ആൻഡ് റോൾ പ്ലേസ് വേർ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കിയിട്ട് ഒരു കുഞ്ഞ് എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷനിൽ പ്രതികരിക്കുകയോ റെസ്പോണ്ട് ചെയ്യുക, അതിൽ നിന്നും അവൻ മനസ്സിലാക്കുന്ന കുറെ കാര്യം. അപ്പൊ അതിൽ നമ്മൾ ചിലപ്പോൾ ഒരു വീടിന്റെ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കും, ചിലപ്പോൾ ഒരു
സ്കൂളിന്റെ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കും. അപ്പൊ അതില് വേറെ ഒരു സ്കൂളിൽ ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഈ സ്കൂളിൽ മാറ്റണം എന്നുണ്ടെങ്കിൽ എന്താണെന്ന് ഞാൻ ഓഡിറ്റോറിയത്തിൽ എന്ന് ചോദിച്ചതും കുട്ടികൾ ആദ്യം പറഞ്ഞത് ടീച്ചേഴ്സിനെ എന്നുള്ളത്. ഇതൊക്കെയാണ് നമുക്ക് ചിലപ്പോൾ തിരിച്ചടികളായിട്ട് വരുന്നത്. കാരണം എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ലല്ലോ. അപ്പം വർക്ക്ഷോപ്പ് മോഡിലാണ് നമ്മൾ പലപ്പോഴും പ്രോഗ്രാംസ് ചെയ്യുന്നത്. കോളേജ് ലെവലിൽ ഇത്ര അധികം ഇന്റർവെൻഷൻസ് ചിലപ്പോൾ ആവശ്യം വരില്ലായിരിക്കാം. കാരണം അവിടെ വൺ ഇന്റർവെൻഷൻസ് ആണ് കൂടുതലായിട്ട് ആവശ്യം വരാറ്. കാരണം കുട്ടികൾക്ക് apprehensions ഉണ്ടാവും സംസാരിക്കാൻ. And they might be in relationships, they might have had a very bad breakup, and these are not things that they would like to discuss in a classroom. So once the session is over, then we give them time. One-on-one ആരൊക്കെ sign up ചെയ്യണ്ടാച്ച sign up ചെയ്യാം, and they can come and talk to us, and the college will facilitate that process. അങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇതിപ്പോ നടന്നുകൊണ്ട് പോകുന്നത്. കോർപ്പറേറ്റ്സിൽ നമ്മൾ D&I വർക്ക്ഷോപ്പിന്റെ കൂടെ തന്നെയാണ് സോഷ്യൽ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം പോകുന്നത്. അപ്പൊ അതില് കൂടുതലും ഞങ്ങൾക്ക് അക്ലമറ്റൈസ് ചെയ്യേണ്ടി വരുന്നത് ജെൻഡർ ആണ്. കാരണം എല്ലാവർക്കും ഒരു LGBT എന്ന് വരെ അറിയാം. അപ്പം അതില് എന്താണ് സെക്ഷൽ ഓറിയന്റേഷൻ, എന്താണ് ജെൻഡർ ഐഡന്റിറ്റി, എന്താണ് ജെൻഡർ എക്സ്പ്രഷൻസ്, അല്ലെങ്കിൽ ആ സ്പെക്ട്രം എന്താണെന്നൊക്കെ ഉള്ളത് ഒരു ചെറിയ രീതിയിലെങ്കിലും നമുക്ക് ഇതിനെ കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാവണം ഇപ്പൊ. അല്ലെങ്കിൽ വി ആർ ഡൂയിങ് സോ മച്ച് ഓഫ് ഇൻജസ്റ്റിസ് ടു people who are struggling to come out, people who have come out and are finding it difficult to get a space to belong with us എന്നുള്ളത്. ഇപ്പം എന്റെ 2-3 സ്റ്റുഡൻസ് പറയുന്ന കാര്യങ്ങൾ അവരോട് ഞാൻ എപ്പോഴും ചോദിക്കും, ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ആവശ്യം എന്താണ്? അപ്പൊ അവര് പറയും, ഞാൻ പബ്ലിക് സ്പേസസിൽ പോകുമ്പോൾ ആൾക്കാർ തുറച്ചു നോക്കുന്നത് നിർത്തിയാൽ മതിയാകും. So the minute you see a cross-dressed person or a trans man or a trans woman, immediately we're not realizing our expression, our body language. We start staring at them, and for them that is the biggest crime that you can do to them. ഇതൊക്കെ ഇപ്പം ബാംഗ്ലൂർ മാതിരി സ്ഥലത്തൊക്കെ പലവരും പറയുന്നത് മെട്രോസിലൊക്കെയാണ് അത് കൂടുതലോ എന്നാണ്. മെട്രോയിൽ കയറുമ്പോഴും ഒക്കെ അപ്പം അധികവും ഈ സ്പേസസിൽ ട്രാവൽ ചെയ്യുന്നതായിട്ട് ഈ ക്രൗഡാണ് അവിടെ നോക്കുമ്പോൾ. അപ്പം ഇത്തരം ഓർഗനൈസേഷൻസിലും ഒക്കെ ഇങ്ങനത്തെ ഒരു സെൻസിറ്റൈസേഷൻ ഡ്രൈവ് അത്യാവശ്യമാണ്. അപ്പം വർക്ക്ഷോപ്പ് മോഡലിലാണ് എല്ലാതും പോകുന്നത്. ആൻഡ് വി ഹാവ് എ റിസർച്ച് ടീം വർക്കിംഗ് ഓൺ ഇറ്റ്. ആൻഡ് ആസ് ദ ഇയേഴ്സ് ഗോ ബൈ, ഇപ്പം പണ്ട് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം എന്റെ അമ്മയും ഞാനും കൂടി ഉള്ളതായിരിക്കാം ഒരു ജനറേഷൻ ഗ്യാപ്പ്. ഇപ്പോഴത്തേലെന്ന് പറഞ്ഞാൽ 2 കുട്ടികൾ അടങ്ങുന്ന ഒരു പേരന്റൽ സ്ട്രക്ചറിൽ 2 പിള്ളേരും തന്നെ വേറെ ജനറേഷനിലാണ് ഇരിക്കുന്നത്. കാരണം 3 വയസ്സ് വരെ എത്തിയിട്ടുണ്ട് ജനറേഷണൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞത്. അപ്പോ നമ്മുടെ റിസർച്ച് മെക്കാനിസംസും അത്രയും ഫാസ്റ്റ് ഫോർവേഡ് ആയിരിക്കണം in terms of understanding what is happening, what are the new trends in gender and sexuality, how are we going to explain this. ഇതിങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ഇൻവെന്റ് ചെയ്യും റീഇൻവെന്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കും. സോ വി ഹാവ് എ ടീം വർക്കിംഗ് ഓൺ ദാറ്റ്. പിന്നെ വി അറ്റൻഡ് എ ലോട്ട് ഓഫ് കോൺഫറൻസസ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് വേൾഡ് വൈഡ് അക്രോസ് ദ ഗ്ലോബ്. ഇന്ത്യയിലും ഇപ്പൊ കുറെ അങ്ങനത്തെ സ്പേസസിൽ ഇപ്പം ജെൻഡറിനാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒത്തിരി പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. And it's opening up that way. But social emotional learning as a topic or a subject, I would still feel that it is in that evolving space. Adine inniyum ottiri munnotu povanda. I would be happy if every school makes it mandatory module as part of the curriculum. ഒരു let's say ഒരു 10-hour program ഒരു കുട്ടിക്ക് ഒരു കൊല്ലം കിട്ടണം. 10 hours നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ലേ? അപ്പൊ അതിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അഡ്രസ് ചെയ്യുന്നുണ്ട്. One more thing which I think you have നമുക്കിപ്പോ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് നമ്മൾ സ്കൂൾ എഡ്യൂക്കേഷൻ തുടങ്ങി കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അങ്ങനെ സംസാരിച്ചായിട്ട് എനിക്ക് തോന്നുന്നു. സോ യു ഹാവ് എനിത്തിങ് ടു ആഡ് ഓൺ ദാറ്റ്? ആബ്സല്യൂട്ട്ലി. ഇപ്പൊ ഇന്നത്തെ പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞത് അതാണ്. പെൺകുട്ടികൾക്ക് ഇപ്പം MBA കഴിഞ്ഞു, വീടുകളിലുള്ള ചോദ്യം ഇതാണ് സോഷ്യൽ കണ്ടീഷനിങ് എന്ന് ഞാൻ പറയുന്നത്. ഒരു പെൺകുട്ടി MBA കഴിഞ്ഞാൽ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ആദ്യത്തെ ചോദ്യം കല്യാണം ആയോ എന്നുള്ളതാണ്. ഒരു ആൺകുട്ടി MBA കഴിഞ്ഞാൽ ആദ്യത്തെ ചോദ്യം ജോലി ആയോ എന്നുള്ളതാണ്. വൈ ആർ വി നോട്ട് having the same language when it is a girl too? Why is financial independence still not considered the most important thing for a person, irrespective of age and gender? ഇത് ഞാൻ എല്ലാ ക്ലാസ്സിൽ പോകുമ്പോഴും ആശിഷ് എനിക്ക് തളരും. ഞാൻ പറഞ്ഞിട്ട് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് ഒരാളുടെ ഏറ്റവും, അത് ജെൻഡർ അതിലൊരു there is absolutely no role for a gender in that. When you can be independent, please be independent. And
ഈ പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട വേറൊരു കാര്യം, ദീസ് ആർ ഓൾ എഡ്യൂക്കേറ്റഡ് പെൺകുട്ടികൾ. ഇറ്റ്സ് നോട്ട് ലൈക്ക് they have done only schooling and they do not know anything beyond that. കുട്ടികൾക്ക് സോഷ്യലി കണ്ടീഷൻഡ് ആയിരിക്കുന്നത്തോളം കാലം അവരുടെ ഒരു വിചാരം ശമ്പളം കിട്ടിയാലും അത് ഞാൻ എന്റെ പാർട്ട്ണർക്കോ അല്ലെങ്കിൽ വീട്ടിലോ കൊണ്ടുപോയി കൊടുക്കണം എന്നുള്ളത്. That is not financial independence. If I cannot do what I want with the money I make, then you better not work at all. അല്ലേ? അപ്പൊ ഇതൊക്കെയാണ്. And two things I always tell girls: as much as driving is important for a man, it is equally important for a woman too. Because രണ്ട് കാര്യങ്ങളാണ് നമ്മളെ ലിബറേറ്റ് ചെയ്യാൻ തലയിൽ. ഒന്ന്, to move around, are you independent? Two is, do you have the money to do what you want? ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ you shouldn't think twice about whether I can feed myself. If I have a child, whether I'll be able to support my child. And പല സ്ത്രീകളും ടോക്സിക് എൻവയൺമെന്റിൽ കുടുങ്ങി പോകുന്നത് is because they are not financially independent. ഇത് ഈ ഒരു നെറേറ്റീവ് പുറം രാജ്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ even at 16, first thing that girls want is to make money. ഇവിടെ ആ ഒരു കോൺസെപ്റ്റ് ഇനിയും we talk about being highly educated, literate as a state and all, but I don't see that happening at all. Not that I'm negating or cancelling everybody, but when I go to colleges, കുട്ടികളടുത്ത് ചോദിക്കുമ്പോൾ എനിക്കൊരു ജോലിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നുള്ളത് 100% കുട്ടികൾ പറയുന്ന ഒരു കാലാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Not 20% of them saying that a job is important to me. I mean, yes, family is important. Yes, people who want to get married, marriage is important. These are all personal preferences. But first be independent. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയെല്ലാം വരുന്നത്. ആദ്യം ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്താണെന്നുള്ളതും ആ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസിൽ എനിക്ക് എന്താ വേണ്ടത്, എന്റെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് എന്താ. കാരണം വേറൊരാൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ പലതും നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവും, പലതും നമ്മൾ എക്സ്പ്രസ് ചെയ്യാതെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഒരു 2-3 വർഷം നമ്മളുടെ പൈസ കൊണ്ട് ജീവിക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം മതി നിങ്ങൾക്ക് വേറൊരാളുടെ കൂടെ ജീവിക്കാൻ പറ്റുമോ, വേറൊരാളെ ഇൻക്ലൂഡ് ചെയ്യണോ എന്നൊക്കെയുള്ള ചിന്തകള്. ആ ഒരു നെറേറ്റീവിലേക്ക് കാര്യങ്ങൾ മാറാൻ കഴിയുക. ആൻഡ് ഫോർ ദാറ്റ് the biggest stakeholders in this exercise would be parents. കാരണം അവരാണത് ഈ ഒരു നെറേറ്റീവ് മാറ്റേണ്ടത് കുട്ടികളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ. അതിന് എങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. ബട്ട് at least through children we are trying to do it, and I hope through interviews and things, whenever people talk about these things, I hope parents take away the right side of what we are trying to tell, rather than feeling that നമ്മൾ കുട്ടികളെ തെറ്റായ വഴിയിലേക്ക് നയിക്കുകയാണ്. അങ്ങനത്തെയൊക്കെയാണ് എനിക്ക് കിട്ടുന്ന റെസ്പോൺസസ് when I say that. അപ്പൊ എന്നോട് പല പേരൻസും ചോദിക്കും, കല്യാണം കഴിഞ്ഞിട്ട് അവൾ എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ. I don't understand. So a husband or a partner coming in and granting, I mean, I really don't understand granting freedom to the girl. The girl is born with as much as what the other boy also has. അപ്പം ഇതൊക്കെ മാറാൻ കാലങ്ങൾ എടുക്കും. ചെറിയ ചെറിയ രീതിയിൽ ഞങ്ങൾ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. Talking about that, other വേറെ രീതിയിൽ, like, even if it's a boy or a girl, it's kind of adding pressure also, as in, it's going to be my responsibility. Yeah. Absolutely. അപ്പൊ ഇന്നലെ ഞാൻ ഇത് പറഞ്ഞപ്പോ ആൺകുട്ടികൾ പറഞ്ഞു, മാം പെൺകുട്ടികൾക്ക് കുറച്ചും കൂടി ഇമോഷണലി വൾണറബിൾ ആവാൻ പറ്റും. കാരണം അവരുടെ അടുത്ത് ജോലി ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നില്ല, ഞങ്ങൾക്ക് ഒരു സ്പേസും കിട്ടുന്നില്ല എന്നുള്ളത്. ദാറ്റ് ഓൾസോ ഹാസ് ടു ചേഞ്ച്. Why is always the boy looked at as the next breadwinner of the family? Why can't you look at the girl also rather than the next breadwinner of the family? Why don't we prepare them to just take care of their lives? ഇതിപ്പം പല വീടുകളിലും സാമ്പത്തികമായി കഴിയുന്നില്ലായിരിക്കാം. ഒരു കുട്ടി വർക്ക് ചെയ്യാൻ പോയിട്ട് വേണമായിരിക്കാം ആ കുടുംബത്തിലെ കാര്യങ്ങൾ നടക്കാൻ. പക്ഷെ അതല്ലാത്ത സ്ഥലങ്ങളിൽ ഇപ്പം പേരൻസ് സാമ്പത്തികമായി നല്ല രീതിയിൽ ഇരിക്കുന്ന പേരൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് എന്താണോ ജീവിതത്തിൽ വേണ്ടത് എന്നുള്ളത് നിശ്ചയിക്കാനുള്ള സ്പേസ് ആ കുട്ടിയുടേതാണ് എന്നുള്ളത് തിരിച്ചറിയണം. They should not be living for the parents. കാരണം നമ്മൾ ജനിക്കുമ്പോ തന്നെ കുട്ടികളോട് പറയുന്ന രണ്ടാമത്തെ ഈ സോഷ്യൽ കണ്ടീഷനിങ്ങിന്റെ 2-3 ഭയങ്കര ഡീപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ നീ എന്നെ നോക്കണം, അല്ലേ? പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ അടുത്ത് അമ്മമാര് പറയുന്ന ഒരു കാര്യം, നീ വലുതായിട്ട് വേണം എനിക്കൊന്നതാ. അപ്പം ആ കുട്ടി വളരുന്നതേ ഈ ഒരു ഇമോഷൻ ബേർഡൻ വെച്ചിട്ടാണ്. I have to fend for my family, and he forgets to live his life.
So as much as injustice is meted out at girls, injustice is meted out at boys too, on a different platform, which is much more deeper. അതുകൊണ്ടാണ് അവർ ഈ കരയൊന്നും ചെയ്യാത്ത, എക്സ്പ്രസ് ചെയ്യുമ്പോൾ അവരുടെ മാസ്കുലിനിറ്റി. ഇപ്പൊ കുട്ടി എന്റെ ക്ലാസ്സിലെ പിള്ളേർ പറയുന്നതാണ്, മാം ഞങ്ങൾ എന്ത് വന്നാലും കരയില്ല, ഞങ്ങളുടെ ഫ്രണ്ട്സിനെയും കരയാൻ സമ്മതിക്കില്ല. എന്താണ്? മാസ്കുലിനിറ്റി ചോദ്യം ചെയ്യപ്പെടും. അപ്പം എത്ര തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കുട്ടികളിലേക്ക് ഇറക്കുന്നത് എന്നുള്ളതാണ്. ഇറ്റ്സ് വെരി വെരി ഡീപ്. We need to have dialogues, constant dialogues. ഞാൻ പറയും എന്ത് പബ്ലിക് എൻഗേജ്മെന്റ്സിലാണെങ്കിലും we should be having, ഇപ്പോൾ കുറെ ഫെസ്റ്റിവൽസ് നടക്കുന്നുണ്ട് across India. We should have discussions surrounding these topics about emotional capabilities, emotional vulnerabilities. What are the deep conditionings that we have to kind of come out of? Where should we question? അങ്ങനത്തെ പിന്നെ റിലേഷൻഷിപ്സിൽ വരുന്ന റെഡ് ഫ്ലാഗ്സ്, എങ്ങനെയാണ് നമ്മൾ റിലേഷൻഷിപ്സിനെ ഇപ്പൊ കാണുന്നത്, ഹൗ ഹാവ് റിലേഷൻഷിപ്സ് ഇവോൾവ്ഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ഇത്തരം ഡിസ്കഷൻസ് ഇങ്ങനെ നോർമൽ ആൻഡ് ഓർഗാനിക് ആയിട്ട് പബ്ലിക് സ്പേസസിൽ വന്നുകൊണ്ടിരിക്കണം. അപ്പോഴാണ് ആൾക്കാർ കുറേയും കൂടെ ഇതിലേക്ക് വരുള്ളൂ. യു നീഡ് ടു ഇൻക്ലൂഡ് എവ്രി വൺ, ഓൾ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ദ സൊസൈറ്റി ഇൻ ഡയലോഗ്സ് ലൈക്ക് ദീസ്. നമ്മൾ കുറെ കാലങ്ങളായിട്ട് പറയുന്നതാണ് ലൈക്ക് സെക്സ് എഡ്യൂക്കേഷൻ ഹാസ് ടു ഹാപ്പൻ ഫ്രം സ്കൂൾസ്. സോ ആൻഡ് you know, most of the issues that are happening or most of the things that are contradicting to the kind of things അത് വരുന്നത് ഈ ഒരു ഇതിന്റെ lack of sex education. So what do you suggest about this? നമ്മൾ സെക്ഷുവാലിറ്റി we do comprehensive sexuality education, CSE. അപ്പോ ഇതിനു മുന്നേ ഞങ്ങൾ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ള വാക്ക് ആദ്യം ഉപയോഗിച്ചപ്പോൾ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണോ പഠിപ്പിക്കുന്നത്, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ് നമ്മളുടെ സോഷ്യൽ മീഡിയ ഫീഡ്സിൽ വരുന്നത്. സോ കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ is age appropriate understanding and creating awareness in children about their body first. സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണെന്നുള്ളത്, നമ്മുടെ സ്ട്രോങ് ആൻഡ് വീക്കർ സൈഡ്സ് എന്താണെന്നുള്ളത്, ഇമോഷണലി ആവാം, ഹോർമോണലി ആവാം, എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇപ്പം ബയോളജി ടീച്ചേഴ്സിന് എത്രത്തോളം ഒരു സെക്ഷുവാലിറ്റി ക്ലാസ് ഹാൻഡിൽ ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. കാരണം കുറെ ടീച്ചേഴ്സ് they find it very delicate to handle the subject. That is where people like us need to fill the gap. അപ്പം ഒരു 7th grade തൊട്ടിട്ട് we need to tell them what is safe sex, what is unsafe sex, because we cannot prevent something from happening. But if something ഒരു കുട്ടി കൺസെൻഷ്വൽ ആയിട്ട് ഒരു സാധനത്തിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ that is make them safe. എനിക്കിപ്പോ ആ ഒരു ആക്ടിനെ ചിലപ്പോൾ തടയാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ ആ ആക്ടിലേക്ക് പോകുന്ന ഒരു കുട്ടി 2 പ്രാവശ്യം ചിന്തിക്കണം, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്, ഞാൻ എങ്ങനെ സേഫ് ആയിരിക്കണം എന്നുള്ളത്. അതിനാണ് നമ്മൾ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ. കാരണം ഈ പ്രായത്തില് and we see casual sex everywhere, and it's a fact whether parents want to admit it or not. It is a fact, and we have this exodus of children traveling from India to other countries. The minute they travel to another country, we don't even know what is happening. So what is it that we can educate about being safe when you're getting involved with the person? ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തേ പറ്റൂ. പേരൻസിന് കഴിയില്ല, കാരണം അത്രയും ഓപ്പൺ ഡിസ്കഷൻസ് ഉണ്ടാവുന്ന ഒരു വീട്ടിൽ മാത്രമേ സ്വന്തം കുട്ടിയുടെ കൂടെ ഇരുന്നിട്ട് ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷനിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത്. പിന്നെ അതിന് നമ്മൾ ഇപ്പം കുട്ടികളുടെ ഐഡന്റിറ്റി അവർക്ക് മനസ്സിലാവാതെ വരുന്ന ഒരു പ്രായമാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും, ഇഫ് ദേ നീഡ് സപ്പോർട്ട് ഇൻ ദാറ്റ് ടു റീച്ച് ഔട്ട് ടു ദ റൈറ്റ് പീപ്പിൾ, അതിനുള്ള സപ്പോർട്ട് കൊടുക്കുക. കൺസെന്റ് എന്താണെന്നുള്ളത്, ബൗണ്ടറി സെറ്റിംഗ് എന്താണെന്നുള്ളത്, പിന്നെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നുള്ളതിനേക്കാൾ കൂടുതൽ അതിന്റെ മുന്നേ വരുന്നത് പ്രിഡേറ്റർ ബിഹേവിയർ എന്താണെന്നുള്ളത്. ടച്ച് എന്നുള്ളത് ടച്ച് കഴിഞ്ഞതിന് ശേഷം നടത്തേണ്ട കാര്യമാണ്. അപ്പം ഒരു പ്രിഡേറ്റർ ബിഹേവിയർ എന്താണോ എന്നുള്ളതും, a person can make you feel very very insecure and unsafe just by the looks of it. You don't even have to touch. So എങ്ങനെയാണ് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക, ഇതൊക്കെയാണ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷനിൽ വരുന്നത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് teaching them how to perform sex. It is about how do you understand your body and protect yourself from unsafe things. People might be wanting to reach out to you from different spaces, like ഇത് ചിലപ്പോൾ ഫിസിക്കലി മാത്രം അപ്രോച്ച് ചെയ്യാവുന്ന ഒരു കാര്യമായിരിക്കില്ല. മേ ബി I don't know whether you're providing online guidance. നമ്മുടെ പ്രോഗ്രാം, നമ്മുടെ സെഷൻസ് ഒക്കെ ഓൺലൈൻ ഉണ്ട്. ചെറിയ ഗ്രൂപ്പ്സിനാണെങ്കിലും ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിലും we provide online. So what they can do is ഞാൻ ജിമെയിൽ തരാം, കാരണം ചിലപ്പം ഔട്ട്ലുക്ക് ആകുമ്പോൾ ഇതുണ്ടാവും.
sociocare, ZOCIOCARE, sociocare@gmail.com എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. കൊച്ചിയിലും ബാംഗ്ലൂരിലും ട്രിവാൻഡ്രത്തും നമുക്ക് ഓഫ്ലൈൻ സെന്റേഴ്സ് ഉണ്ട്. ട്രിവാൻഡ്രത്ത് തുടങ്ങിയത് ഫസ്റ്റ് സോഷ്യൽ ഇമോഷണൽ വെൽനെസ് സെന്റർ ഇൻ കേരളയാണ്. അപ്പം അതുപോലെ കേരളയിലും ഉണ്ട്, ബാംഗ്ലൂരിലും ഉണ്ട്. അപ്പം ഞാനിങ്ങനെ 10 ദിവസം വെച്ചിട്ടാണ് ഈ 3 ലൊക്കേഷൻസിലും. ബിക്കോസ് more than online, people are comfortable meeting me offline. Also, I can also gauge their energy levels when we meet in person. അപ്പം ആളുകൾക്ക് നമ്മളിലേക്ക് എത്താൻ മെയിൽ അയച്ചാൽ മതി, and we will respond to the mails and we will schedule whatever is required. Superb. If at all any schools want to, conduct this, so they also can reach out to you through email. They can mail. Yes. Great. Wonderful listening to you. A lot of insights. എനിക്ക് തോന്നുന്നു we will definitely have to catch up once again because നമ്മൾ ഒരു പെരിഫറൽ ലെവലിലാണ് ടച്ച് ചെയ്തിട്ടുള്ളത്. സൂപ്പർഫിഷ്യലായി മാത്രമേ നമ്മൾ ടച്ച് ചെയ്തിട്ടുള്ളൂ. ബിക്കോസ് ദിസ് ഇസ് എ വെരി ഡീപ് സബ്ജക്ട് ആശിഷ്. അപ്പം പറയാൻ തുടങ്ങിയ ഇങ്ങനെ മണിക്കൂറുകളോളം സംസാരിക്കാൻ ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പം ഞാനും ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൺസൈസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഐ വിൽ ബി ഹാപ്പി ഇഫ് പീപ്പിൾ റീച്ച് ഔട്ട് ടു മീ ഫ്രം കോളേജസ്, മോർ ദാൻ സ്കൂൾസ്. ഐ വുഡ് സേ കോളേജസ്. കാരണം ആ ഏജ് ഗ്രൂപ്പ് ആണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടിലൂടെ പോകുന്ന ഒരു ഏജ് ഗ്രൂപ്പ്. ആരിലേക്ക് പോകണം, ആരോടെ വിശ്വസിക്കാനാണ് പറ്റുന്നത് എന്ന് അറിയാതെ ആകെ ക്ലട്ടേർഡ് ആയിട്ടിരിക്കുന്ന ഒരു ഏജ് ഗ്രൂപ്പ്. സോ അവരിലേക്ക് എനിക്ക് എത്താൻ പറ്റുകയാണെങ്കിൽ മാനേജ്മെന്റ് കോളേജസ്, ബാക്കിയുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജസ്, ഇവർക്കൊക്കെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയ സ്പേസ് തരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ലോട്ട് ഓഫ് students and children of that age group, let's say about from 18 to 24, will benefit. One is therapy, one-on-one, which is mainly focusing on your social emotional capabilities. 2 is comprehensive sexuality education, and 3 is social emotional learning, അല്ലെങ്കിൽ social emotional practices. അതിൽ വരുന്ന കാര്യങ്ങൾ which is relationship management, emotional intelligence, emotional vulnerability tackling, അങ്ങനത്തെ കാര്യങ്ങൾ. And thank you to you, Ashish. I mean, this was, I think for me, it was very, very needed. For ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് സ്കൂൾസിന് അടച്ചിട്ട് ജൂണിൽ തുറക്കാൻ പോവാണ്. അപ്പം അതിൻ്റെയൊക്കെ മുന്നേ കുറച്ചെങ്കിലും ആളുകൾക്ക് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സ്പേസിനെ കുറിച്ച് അറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ it will help us also widen our reach and our work portfolio. Thank you so much. Thank you once again.